ശ്രീ ജോർജ് പുടിപ്പാറ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം കോൺഗ്രസ് ആയാലും BJP ആയാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ സദസ്സിൽ കസേരകൾ, ഒഴിഞ്ഞ കസേരകൾ, അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ വേണ്ടത്ര ആളെ എത്തിയില്ല. അപ്പോൾ ഞങ്ങളുടെ ബദൽ സംഗമത്തിൽ അതാ നിരവധി ആൾക്കൂട്ടമാണ് എന്ന് BJPയും അവകാശപ്പെട്ടു. പക്ഷേ വേദിയിലുണ്ടായിരുന്ന ആൾക്കൂട്ടം, വേദിയിലുണ്ടായിരുന്ന സമുദായ സംഘടനകൾ, വിവിധ സമുദായങ്ങളിലെ പ്രതിനിധികളെ അവിടെ എത്തിച്ചു. അതാണ് ഞങ്ങളുടെ നേട്ടമെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. ആ നേട്ടം ഉറപ്പിച്ചു പറയുന്ന രൂപത്തിൽ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പ്രതികരണവും വരികയാണ്. ആ പ്രതികരണം എന്നുള്ളത് ഞങ്ങൾ ഇടതുപക്ഷത്തിന് ഒപ്പമാണ്, ഈ സമദൂരം എന്നുള്ള പഴയ രീതി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയായി അങ്ങ് കാണുന്നുണ്ടോ? സ്മൃതി, ആ നിലയ്ക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. കാരണം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇടതുപക്ഷം എടുത്ത നിലപാട് കൃത്യമായിട്ട് നമുക്കറിയാം. അത് വലിയൊരളവിൽ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമായിരുന്നു. പക്ഷെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവരെ വല്ലാതെ അമ്പരപ്പിച്ചു. മാത്രമല്ല, ന്യൂനപക്ഷങ്ങളൊപ്പം ചേർന്നില്ല എന്ന് മാത്രമല്ല, ഭൂരിപക്ഷ സമുദായങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്ന ഭൂരിപക്ഷ സമുദായം എല്ലാ കാലത്തും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ശക്തിയായിരുന്ന, അവരുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ എല്ലാം നിർണായക ഘടകമായിരുന്ന ഒരു സമുദായം, അതായത് ഈഴവ സമുദായം, അവർക്ക് വലിയ മേധാവിത്വമുള്ള പല മണ്ഡലങ്ങളിലും വൻതോതിൽ CPM-ന്റെ വോട്ട് കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പലയിടത്തും അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയും കണ്ടു. അപ്പൊ കഴിഞ്ഞ തവണ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിന്റെ നേരിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ആ തോൽവി. ആ വിഷയത്തിൽ ഏറ്റവും ശക്തമായ സമരരംഗത്തുണ്ടായിരുന്ന BJPക്ക് കിട്ടേണ്ടതിന് പകരം ആ വോട്ടുകൾ UDF-ന് കിട്ടി. അങ്ങനെ UDF വൻ വിജയം കൊയ്തു എന്നാണ്. പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ശക്തമായി തിരിച്ചു വന്നു. അവർ തെറ്റേറ്റു പറയുന്ന, വീടുകൾ കയറി തെറ്റേറ്റു പറയുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചു. അത് പാച്ചപ്പ് ചെയ്തു എന്നാണ് വിശ്വസിച്ചത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തിരിച്ചടി LDF-ന് ഉണ്ടായത് എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതിന് കാരണം ന്യൂനപക്ഷങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു ധ്രുവീകരണം നടക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം പൂർണ്ണമായി LDF-നെ കൈവിടുന്നു എന്നവർ തിരിച്ചറിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കകത്ത് വലിയ ഒരു ചിന്ത ഉയരുകയാണ്. അതായത് എല്ലാ കാലത്തും LDF-നെ വിജയിപ്പിച്ചിരുന്നത് ഹിന്ദു വോട്ടുകളാണ്, ഹിന്ദു വിശ്വാസികളുടെ വോട്ടുകളാണ്. ആ വോട്ടുകൾ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ആവശ്യത്തിലധികം പ്രീണിപ്പിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ ആവശ്യത്തിലധികം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുന്നുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യുന്നു എന്നൊരു തിരിച്ചറിവ് LDF-നുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവിനെ തുടർന്നാണ് പിന്നീട് ഇങ്ങോട്ട് ഒരു ന്യൂനപക്ഷ പ്രീണനം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് പകരം ഭൂരിപക്ഷത്തെ, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു വിശ്വാസികളെ ചേർത്ത് പിടിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമം, അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു ശ്രമം ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയ നീക്കങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഡെവലപ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആകത്തുകയിൽ കൂട്ടി വായിക്കാം. ഈ ആഗോള അയ്യപ്പ സംഗമം പോലും ആ ദിശയിലുള്ള വളരെ കൃത്യമായൊരു പരിശ്രമമായിരുന്നു. കൃത്യമായി തന്നെ, വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ആഗോള അയ്യപ്പ സംഗമം ഈ ഭരണത്തിന്റെ 9ാം വർഷത്തിൽ, അല്ലെങ്കിൽ 10ാം വർഷത്തിൽ, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം 10ാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ആഗോള അയ്യപ്പ സംഘവുമായി രംഗത്ത് വരുന്നത് കേവലം ശബരിമലയുടെ വികസനവും മാസ്റ്റർ പ്ലാനും ശബരിമലയുടെ ഭാവിയും ചർച്ച ചെയ്യാനൊന്നും അല്ല. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട്, അങ്ങനെ അല്ലാതെ ഒരു സംഗമം നടത്താൻ പറ്റില്ലല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു, കൃത്യമായൊരു തിരക്കഥയുണ്ടായിരുന്നു. അപ്പൊ ആള് കുറഞ്ഞാലും 4000-ലധികം പ്രതിനിധികളുണ്ടെന്ന് അവകാശപ്പെടുന്നിടത്ത് മാധ്യമങ്ങൾ പറയുന്ന കണക്ക് പ്രകാരം 643 അത് വെച്ച് 2-3 ദിവസം ചർച്ചകളുണ്ടായി. ആ സംഗമം പൊളിഞ്ഞു, പ്രാതിനിധ്യം ഉണ്ടായില്ല. ഉണ്ടായിരുന്നവർ തന്നെ അയ്യപ്പ വിശ്വാസികളല്ല, മറിച്ച് അവസാനം മുഖ്യമന്ത്രി പോയതോടുകൂടി സദസ്സ് ശൂന്യമായി.
പിന്നെ അവസാനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ CPM ഇപ്പോ അപ്പോഴും CPM ഉള്ളാലെ ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. അത് NSSന്റെയും SNDPയുടെയും പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തു. 2 ദിവസത്തിന് ശേഷം ഒരു ബദൽ സംഗമം നടത്തിയപ്പോൾ ഈ പ്രതിനിധികൾ അവിടെ പങ്കെടുത്തുമില്ല. അപ്പൊ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ ഏറ്റവും പ്രബലമായ 2 സംഘടനകൾ എന്ന് പറയുന്നത് ഒന്ന് NSSഉം ഒന്ന് SNDPയാണ്. SNDP കാലാകാലങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി, അത് അതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും നമുക്കറിയാം ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയോടും ഗവൺമെന്റിനോടും CPMനോടും അനുഭാവപൂർണമായിട്ടുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ കുറെ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഈ പറഞ്ഞ ശബരിമല ഇഷ്യൂ, യുവതീ പ്രവേശന വിഷയത്തിലെ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പും ആ വിധി വന്ന ശേഷം നാമജപ ഘോഷയാത്രകളും അതിനോടനുബന്ധിച്ചുള്ള വലിയ വലിയ കേസുകളും പിന്നീട് അറസ്റ്റും അതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പും NSSന്റെ ഒരു ചായ്വ് എന്ന് പറയുന്നത് UDFനോടായിരുന്നു. ചില ഘട്ടങ്ങളിൽ സമദൂരം എന്നൊക്കെ പറഞ്ഞെങ്കിലും ചില ഘട്ടങ്ങളിൽ സമദൂരത്തിന് പകരം ശരിദൂരമാണ്, ആ ശരിദൂരം എന്ന് പറയുന്നത് UDFന് പിന്തുണയാണ് എന്നൊക്കെ പറഞ്ഞ പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല സമയത്തും. പക്ഷെ ഇപ്പോ എത്രയോ കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് UDFനോടൊപ്പം നിൽക്കുകയും UDFനെ പിന്തുണയ്ക്കുകയും LDFനെ അതിശക്തമായി എതിർക്കുകയും ചെയ്ത NSS എന്ന് പറയുന്ന ആ സംഘടന, നായർ സമുദായ സംഘടന, അതിന്റെ ശക്തനായ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ എന്തിനാണ് UDFനോട് അദ്ദേഹം എതിർക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിനാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറയുന്നതും എന്തുകൊണ്ട്? നമുക്കറിയാം കൃത്യമായൊരു കാരണമുണ്ടോ? ഈ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് എടുത്ത ഏതെങ്കിലും കേസുകൾ ഏറ്റവും വലിയ പ്രക്ഷോഭം നടത്തിയ, നേരത്തെ സ്മൃതി പറഞ്ഞത് കറക്റ്റാണ്, അതായത് ആദ്യമായിട്ട് ഈ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ അമിതാവേശം, അവിടെ സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞ് യുവതികളെ അവിടെ പ്രവേശിപ്പിക്കുന്നത് അടക്കം ആവശ്യത്തിലേറെ ഔത്സുക്യം കാണിച്ച്, ആവേശം കാണിച്ച്, ഞങ്ങളിത് നടത്തിയില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ നടപടികൾ എടുക്കുകയും പോലീസ് സഹായത്തോടെ യുവതികളെ അവിടെ പ്രവേശിപ്പിക്കുകയും അതിനെ എതിർക്കാൻ ശ്രമിച്ചവരെ സർക്കാരിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്ത അത് വേറെ ആരുമല്ലോ, കോൺഗ്രസ് ഒന്നും അതിനോടൊപ്പം, അതായത് ഈ പറഞ്ഞ സർക്കാരിന്റെ ആവേശമൊന്നും കോൺഗ്രസ് വിഷയത്തിൽ കാണിച്ചിട്ടില്ല. BJP ആകട്ടെ ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ RSSന്റെ ചെറിയ എന്താ പറയുക ചായ്വ് ആ വിധിയോടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവര് കൃത്യമായ നിലപാടെടുത്തു, ആ സമരത്തിൽ വളരെ ശക്തമായി രംഗത്ത് വന്നു. ആ ഘട്ടത്തിലൊന്നും ഈ വിഷയത്തിൽ ആർക്കെതിരെയായിരുന്നു NSSന്റെ നിലപാട്? ആരായിരുന്നു NSSനെ എതിരെ പ്രവർത്തിച്ചത്? NSSന്റെ പ്രവർത്തകരെ, NSSന്റെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീ പുരുഷന്മാരടക്കമുള്ള എത്രയോ ആയിരക്കണക്കിന് പേർക്കെതിരെ കേസെടുത്തു. ആ കേസ് ഇപ്പോഴും പിൻവലിച്ചിട്ടുണ്ടോ? അതുപോലും പിൻവലിക്കാത്ത ഒരു സാഹചര്യത്തിൽ NSS ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഞങ്ങൾ സർക്കാരിനോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അതാണ് ആ ഉറപ്പ് കിട്ടി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖത്തിൽ അത് കൃത്യമായി പറഞ്ഞു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.